സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികാര തലസ്ഥാനവും സംഘടനാകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കരുത്തരായ നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും കണ്ണൂരിൽ കളത്തിലിറങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ മത്സര രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മൂന്നാം വട്ടവും ഭരണത്തിലെത്താൻ ലക്ഷ്യമിടുന്ന എൽ.ഡി.എഫിന്റെ നായകനായ പിണറായി വിജയൻ ധർമ്മട മണ്ഡലത്തിൽ തന്നെയാകും മത്സരിക്കുക. കെ.പി.സി.സി പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സണ്ണി ജോസഫ് നേരിടുന്നത്. സിറ്റിംഗ് സീറ്റായ പേരാവൂരിൽ തന്നെ അദ്ദേഹം മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കരുതുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനാവും ഇത്തവണ മാറി നിൽക്കുന്ന പ്രധാന നേതാവ്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ M.V. രാഘവന്റെ മകനും മാധ്യമപ്രവർത്തകനുമായ M.V. നികേഷ് കുമാറിനെയാണ് പരിഗണിക്കാൻ സാധ്യത. ജയസാധ്യതയെച്ചൊല്ലി ചില നേതാക്കൾക്കുള്ള അഭിപ്രായ വ്യത്യാസം കൂടി പരിഗണിച്ചാവും തീരുമാനത്തിലേക്ക് എത്തുക. M.V. ഗോവിന്ദന്റെ അഭിപ്രായവും നിർണായകമാകും. അദ്ദേഹം നികേഷിന് അനുകൂലമാണെന്നാണ് സൂചനകൾ. സണ്ണി ജോസഫ് മത്സര രംഗത്തുണ്ടാകില്ലെങ്കിൽ പേരാവൂരിൽ നല്ല മത്സരം കാഴ്ചവയ്ക്കാനാകുമെന്ന പ്രതീക്ഷ CPM-നുണ്ട്. പ്രമുഖ നേതാക്കളിൽ ആരെങ്കിലും മത്സരിക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുകയാണെങ്കിൽ KK ശൈലജയെ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റുന്നതും രാജ്യസഭയിലെ കാലാവധി കഴിയാറായ ജോൺ ബ്രിട്ടാസിനെ മത്സരിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചേക്കും. ശൈലജയ്ക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ പാർട്ടി കേന്ദ്രങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറിന് പകരം P ശശി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പ്രചരിക്കുന്നുണ്ട്. MV ജയരാജനും P ജയരാജനും മത്സരിക്കുന്നതിനെക്കുറിച്ചും അണികൾക്കിടയിൽ ചർച്ച സജീവമാണ്. ഇവരിൽ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ഉറച്ച സീറ്റ് മാറ്റിവെക്കും. പേരാവൂരിന് പുറമെ ഇരിക്കൂറാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ള മണ്ഡലം. ഇവിടെ സജീവ് ജോസഫ് തുടർന്നേക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇരിക്കൂർ മണ്ഡലമാകും തിരഞ്ഞെടുക്കുകയെന്ന ശ്രുതി കോൺഗ്രസിലുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടുള്ള BJPയുടെ ഐക്യദാർഢ്യ പ്രഖ്യാപനം CPM-ന് വെട്ടിലാക്കി. അദ്ദേഹം വിവാദ പ്രസ്താവനകൾ നടത്തിയാൽ കൈയോടെ തള്ളണമെന്ന കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന അഭിപ്രായം നടപ്പാക്കി തുടങ്ങണമെന്ന ആലോചനയും പാർട്ടിയിൽ ശക്തമായി. മലപ്പുറത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വിവരിച്ചതിന്റെ പേരിൽ വെള്ളാപ്പള്ളിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കുമെന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെ പാർട്ടിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തിയിരുന്നു. ഈ രണ്ട് നടപടികളും വെള്ളാപ്പള്ളിയോട് മൃദു സമീപനം പുലർത്തുന്ന CPM-നെയാണ് വിഷമത്തിലാക്കിയത്. BJPക്കും CPM-നും ഒരേ സമീപനമോ എന്ന എതിരാളികളുടെ ചോദ്യമുണ്ടാക്കുന്ന പ്രത്യാഘാതത്തിന്റെ ആഴം മനസ്സിലാക്കിയാണ് പുതിയ സമീപനം സ്വീകരിക്കാനുള്ള തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വെള്ളാപ്പള്ളിയോട് പ്രശ്നാധിഷ്ഠിത സമീപനം വേണമെന്ന ആവശ്യമാണ് ഉയർന്നത്. CPM-ന് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദിക്കുന്നതെന്ന വിചാരം ആർക്കും ഉണ്ടാകാൻ പാടില്ലെന്നും സ്വീകാര്യമല്ലാത്ത പ്രസ്താവനകൾ നടത്തുമ്പോൾ ഉടൻ തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടി പാർട്ടിയും വെള്ളാപ്പള്ളിയും തമ്മിലെ യോജിപ്പും വിയോജിപ്പും ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുമുള്ള ആവശ്യമാണ് ഉയർന്നത്. അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാറിൽ കയറ്റിയത് ചർച്ചകൾ ഉയർന്നിരുന്നു. ഗസ്റ്റ് ഹൌസിൽ നിന്നും വേദിയിലേക്ക് വാഹനം അനുവദിച്ചത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നിരിക്കെ താനാണ് വെള്ളാപ്പള്ളിയെ ആ വാഹനത്തിൽ കയറ്റാൻ മുൻകൈയെടുത്തതെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. മനുഷ്യത്വപരമായ സമീപനം മാത്രമാണ് പിണറായി കൈക്കൊണ്ടതെന്ന വാക്കുകൾ യോഗത്തിന് സ്വീകാര്യമാവുകയും ചെയ്തു. വർഗീയ ചിന്തകൾ വളർത്തിയെടുക്കുന്ന SNDP നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച് മുന്നോട്ടു പോകണമെന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. പാർട്ടി തീരുമാനത്തിൽ വെള്ളം ചേർത്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന വിമർശനം CPM-നുണ്ട്.